യൂറോപ്പ് എന്ന സ്വപ്നവുമായി ആദ്യം ഞാൻ എത്തിപ്പെട്ടത് പോർച്ചുഗലിലായിരുന്നു. പോർച്ചുഗലിലെ തണുപ്പും മനോഹാരിതയും കണ്ടും ആസ്വദിച്ചും 2-3 ആഴ്ച അങ്ങ് കഴിഞ്ഞുപോയി. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇനി എന്ത്? കാരണം ഞാൻ വന്നത് ഇവിടെ ടൂറിസ്റ്റ് വിസയിലാണ്. ഇവിടെ ഒരു ജോലി വേണമെങ്കിൽ ഇവിടുത്തെ ഡോക്യുമെൻ്റ് വേണം. എൻ്റെ ഭാഗ്യവശാൽ ഞാൻ വരുന്നതിന് 2 ദിവസം മുന്നേ ഇവിടെ ഡോക്യുമെൻ്റ് കൊടുക്കുന്നത് നിർത്തലാക്കി. പിന്നെ ഇവിടുത്തെ ഭാഷയും അറിയില്ല. നാട്ടിൽ വെച്ച് ഞാൻ കരുതിയത് യൂറോപ്പിൽ ആകമാനം ഇംഗ്ലീഷാണ് സംസാര ഭാഷ എന്നാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആ ധാരണ അങ്ങ് മാറിക്കിട്ടി. കാരണം ഇവിടെ പോർച്ചുഗലിൽ പോർച്ചുഗീസാണ് സംസാര ഭാഷ. അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അവരുടെ ലോക്കൽ ഭാഷ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. അതായത് ഇറ്റലിയിൽ ഇറ്റാലിയാനോ, ജർമ്മനിയിൽ ജർമ്മൻ, മാൾട്ടയിൽ മാൾട്ടിഷ്, സ്പെയിനിൽ സ്പാനിഷ്, ഫ്രാൻസിൽ ഫ്രഞ്ച്, അങ്ങനെ. അതുകൊണ്ട് ഇംഗ്ലീഷും കൊണ്ട് യൂറോപ്പിൽ കയറി വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാനെങ്ങനെ ഇവിടെ അതിജീവിച്ചു എന്നല്ലേ? അതറിയാനായി എൻ്റെ അടുത്ത വീഡിയോസിനായി കാത്തിരിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്